ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത ഒരാഴ്ചത്തെ ഒരു വിശേഷമൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. നല്ല മഴയാട്ടോ ഞങ്ങളുടെ ഇവിടെ മൂവാറ്റുപുഴ എറണാകുളത്ത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട്, എന്നാലും മഴയ്ക്ക് സാധ്യതയുണ്ട്. അവിടെ മഴയൊക്കെ ഉണ്ടോ? അപ്പം ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കും. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിച്ച് ബോറൊന്നും അടുപ്പിക്കണ്ട, നമുക്ക് നമ്മുടെ വിശേഷത്തിലോട്ട് പോകാം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ചെയ്യുക. പുതുതായിട്ട് വരുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ. കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ നമ്മുടെ ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. അപ്പം നമുക്ക് കഥയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ നിധി പോയതിൻ്റെ സങ്കടം എല്ലാവർക്കും, സുധീഷിന് വളരെയേറെ, കാരണം അങ്ങനെ ഒരു തെറ്റ് തന്നിൽ നിന്ന് വന്നുപോയി. അങ്ങനെ സുധീഷിന് അത് വലിയൊരു വിഷമമായിരുന്നു. ഭാസ്കരൻ, സുഭാഷ്, നികേഷ് ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. നികേഷിന് ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും ഒട്ടും തന്നെ ഒരു ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സില്ലാത്തൊരു പയ്യനാണ്. കാരണം പെട്ടെന്ന് തന്നെ അവന് സങ്കടം വരും. അപ്പം അതങ്ങനെ ഹരീഷിനും അതിലേറെ വിഷമം. കാരണം അവരെ വീട്ടിലൊരു പെൺകുട്ടി വാഴില്ല എന്ന് പറഞ്ഞിട്ടും ഇത്രയും വലിയൊരു വീട്ടിൽ നിന്ന് വന്ന നമ്മുടെ നിധിക്ക് അവിടെ നിൽക്കാനും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു ഇതുണ്ടായിരുന്നു. നിധി പോയപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ നിധി പോയി. നിധിക്കാണെങ്കിലോ ഹോസ്റ്റലിൽ നിന്നിട്ട് ഭക്ഷണം ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഇവരെയൊക്കെ വിട്ടു നിൽക്കുന്നതിൻ്റെ മനപ്രയാസം വേറെ. അങ്ങനെ നമ്മുടെ നികേഷിന് പനി പിടിക്കാനോ. അങ്ങനെ നികേഷിന് ചെറിയൊരു വിഷമം വരുമ്പം തന്നെ ചെറിയ രീതിയിൽ പനി വരും. പിന്നെ അങ്ങോട്ട് നന്നായിട്ട് കൂടും. അങ്ങനെ പനിയൊക്കെ ആയിട്ട് നികേഷ് കിടക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നികേഷിനെ പരിചരിക്കാനായിട്ട് സുഭാഷ് ജോലിക്ക് പോകാണ്ട് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുധീഷ് പറഞ്ഞു, വേണ്ട സുഭാഷ് ഏട്ടൻ പൊക്കോളൂ, കാരണം ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് ഞാൻ പോകുന്നില്ലല്ലോ, വണ്ടി ഓടിക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സുഭാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുധീഷിനെ ഏൽപ്പിക്കേണ്ട, നീ എങ്ങും പോകരുത്, അവന് കറക്റ്റ് ടൈമിന് ഗുളിയൊക്കെ എടുത്ത് കൊടുക്കണമെന്ന്. അവസാനം നികേഷിനെ നോക്കാണ്ട് തന്നെ സുധീഷ് ഇടയ്ക്കൊക്കെ പുറത്ത് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിധിയുടെ കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് നിധീനെ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതിൽ സുധീഷ് വീണ്ടും നിധിയുടെ അടുത്ത് പോകണം. നിധിയുടെ അടുത്ത് ചെല്ലും. ഹോസ്റ്റലിലാണെങ്കിൽ കുറേ ബലൂണിലൊക്കെ സോറി എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ നിധി കാണാൻ വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ആ സമയത്ത് നിധിയുടെ ഹോസ്റ്റലിലുള്ള കുട്ടി ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെ നിധിയുടെ അടുത്ത് ചോദിക്കും, ഇതാരാണ്? അപ്പം നിധി പറയും, എൻ്റെ റിലേറ്റീവ് ആണെന്ന് പറയും. അല്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് പറയും. അപ്പം നിധി അധികം ആൻസർ ഒന്നും പറയാനായിട്ട് അങ്ങനെ നിൽക്കില്ല കേട്ടോ. പുള്ളി ഇങ്ങനെ ഒഴിഞ്ഞു മാറി പുള്ളിക്കാരത്തി ഇങ്ങനെ നിന്നു. പക്ഷേ നികേഷ് പല രീതിയിലും നിധിയെ കോണ്ടാക്ട് ചെയ്യാനും മാപ്പ് പറഞ്ഞും ഒക്കെ നോക്കി. പക്ഷേ നിധി ഒന്നിലും അടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ നികേഷിൻ്റെ പനി കൂടെയാണ്. അന്നേ ദിവസം രാത്രി നികേഷ് ഫോൺ എടുത്തിട്ട്, കാരണം വെച്ചാൽ നികേഷിന് ഇതിന് മുന്നേ ഒരു ദിവസം പനി വന്നപ്പോൾ ഒരു അമ്മ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതേ രീതിയിൽ നികേഷിനെ നിധി കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നികേഷിന് ഇങ്ങനെ വന്നിട്ട് വിഷമമാവുകയാണ്. അപ്പം നികേഷ് അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് ആ രാത്രിയിൽ എന്നെ നിധീനെ വിളിക്കുകയാണ്, എനിക്ക് നിധിയേട്ടത്തിനെ ഇപ്പം തന്നെ കാണണം, എനിക്ക് പനിയാണ്, എന്നെ ഇവിടെ നോക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ, ഇന്ന് പകലൊന്നും ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, നിധിയേട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കരയായിരുന്നു കേട്ടോ. അപ്പം നിധിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോവാണ്. കാരണം എന്ന് വെച്ചാൽ നികേഷ് കരയുമ്പോൾ നിധിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു കുഞ്ഞനിയനെ പോലെയാണ് നികേഷ്. അപ്പോൾ അവൻ്റെ കരച്ചിലേട്ടപ്പോൾ നിധി പറഞ്ഞു, നീ കരയിലിടാൻ മോനെ, ഞാൻ നാളെ തന്നെ വരാം അങ്ങോട്ട്, നീ സങ്കടപ്പെടാണ്ടിരിക്കും, നീ മരുന്നൊക്കെ കഴിച്ച് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നൊക്കെ പറയണം. അങ്ങനെ നികേഷ് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ നിധി ഹോസ്റ്റലിൽ നിന്ന് വരെയാണ് നികേഷിനെ കാണാൻ വേണ്ടിയിട്ട്. കണ്ണ് തുറക്കണത് നികേഷ് കാണുന്ന നമ്മുടെ നിധിയാണ്. നികേഷിന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം നിധിയേട്ടത്തി വന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നിധി തിരിച്ചു വന്നു എന്നാണ് കരുതിയത്. പക്ഷേ അതല്ല, നികേഷിനെ കാണാൻ വേണ്ടി പനി കൂടി അവൻ ആ രാത്രിയിൽ അത്രയും സങ്കടപ്പെട്ട് വിളിച്ചപ്പോൾ നിധിക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും രാവിലെ എന്നെ നിധി ഇങ്ങ് പോകുന്നത്. അപ്പോൾ നികേഷ് പറഞ്ഞു, നിധിയേട്ടത്തി ഇനി ഇവിടെ നിന്ന് പോകരുത് കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ അല്ല മോനെ, ഞാൻ പോകുമെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ സുധീഷും അറിഞ്ഞു നിധി വന്ന കാര്യം. സുഭാഷ് പെട്ടെന്ന് നിധിക്ക് ചായയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം നിധി നമ്മുടെ നികേഷിന് ചായയും കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം നീ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നികേഷിന് പകുതി പനി നിധിയെ കണ്ടപ്പോൾ തന്നെ മാറി കേട്ടോ. കാരണം ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നവർ പെട്ടെന്ന് നമ്മളെ വിട്ട് പോവാന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴോ നമുക്ക് അതിനേക്കാൾ എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷവും. അങ്ങനെ നമ്മുടെ നികേഷിൻ്റെ പനിയൊക്കെ പകുതിയോളം അങ്ങ് കുറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് നിധിയുടെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയും, നിധി ഞാൻ കാരണമാണ് നിധി ഇവിടെ നിൽക്കാത്തെങ്കിൽ
വേണമെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പൊക്കോളാം, ഉറപ്പായിട്ട് ഞാൻ പൊക്കോളാം, നിധി ഇവിടെ നിന്ന് പോകരുത്. നിധി പോയ പിന്നെ ഈ വീട്ടിൽ ഒരാൾ പോലും സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയോ ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കാരണമാണ്. അപ്പം നിധി അതുകൊണ്ട് പോകരുത് എന്നൊക്കെ പറയും. അപ്പം നിധി പറയും ഓക്കെ, എന്നാൽ സുധീഷ് ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറയണം. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ, നിധി തിരിച്ചു വരാം. കാരണം നിധിക്കും പറ്റില്ല, ഇവരൊന്നും ഇല്ലാണ്ട് ആ ഹോസ്റ്റലിൽ ഒറ്റപ്പെട്ട ഒരു ജയിലിൽ കഴിയുമ്പോൾ തനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നലങ്ങായിപ്പോയി നിധിക്ക്. അപ്പോൾ തന്നെ നിധിയും തിരിച്ചു വരികയാണ്. അങ്ങനെ നിധി തിരിച്ച് ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് വീട്ടിലെത്തുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല സുധീഷ് ഇവിടെ നിന്ന് പൊക്കോളാന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് എന്തേ പോകാത്തതെന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ചെറിയ വിഷമമായിപ്പോയി. അങ്ങനെ പറയുമ്പോൾ സുധീഷ് പോവാന്ന് പറയുമ്പോൾ ഒരു സങ്കടമല്ലേ. അപ്പോൾ സുധീഷ് പറയും, വലിയ ആളായിട്ട് പറയും, അതെ ഞാൻ നിധിയുടെ ഭർത്താവല്ലേ, ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ നിൽക്കേണ്ടതെന്ന് വലിയ വീമ്പായിട്ട് പറയും കേട്ടോ. ഓഹോ, അപ്പോൾ അങ്ങനെയാണോ, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, എന്നാൽ ഈ താലിയുടെ ബലത്തിലാണ് സുധീഷ് ഈ കളിയൊക്കെ കളിക്കണമെങ്കിലേ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിധി ആ താലി ഊരുകയാണ്. കാരണം മറ്റെല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതൊരു ദിവ്യമായ കാര്യമാണ്. ആ താലി നിധിയുടെ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. ആ താലി തിരിച്ച് ഊരി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഇത് തന്നെയാണ്, അത് സങ്കടമുള്ള കാര്യം. സുധീഷിന് അടിയിട്ടാണ് കൈ പോയില്ലേ. അപ്പോഴേക്കും നിധി ആ താലി ഊരി സുധീഷിൻ്റെ കൈ കൊടുക്കുകയാണ്. ഇനി ഈ താലിയുടെ പേരിലാണെങ്കിൽ ഇനി ഈ താലി എൻ്റെ കഴുത്തിലില്ല, ഇനി ആ ബന്ധവും പറഞ്ഞ് വരില്ലല്ലോ എന്നിങ്ങനെ നിധി പറയും കേട്ടോ. പക്ഷെ അത് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി. നിധി അങ്ങനെ താലി ഊരി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സുധീഷിന് അത് താങ്ങാൻ പറ്റില്ല. എന്നിട്ട് നിധി അങ്ങ് പോകണം. ആ സമയം നമ്മുടെ നികേഷ് പറയും, സുധീഷ് ചേട്ടന് വല്ല ആവശ്യമുണ്ടോ, സുധീഷ് ചേട്ടന് എന്ത് പറയണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നോ ഒരു ബോധമൊന്നും ഇല്ലേ സുധീഷ് ചേട്ടാന്ന് പറയാം, ഇതിന് വല്ല ആവശ്യമുണ്ടോന്നോ, മിണ്ടാണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഇപ്പം സമാധാനമായില്ലേന്ന് നികേഷൊക്കെ ചോദിക്കും കേട്ടോ. അവസാനം ഹരീഷ് വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. ഹരീഷിന് ഇതൊക്കെ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചു കേട്ടോ. ഹരീഷ് വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോൾ നമ്മുടെ സുധീഷും അതിൻ്റെ ഒപ്പം പോവാണ്. പോയിട്ട് വർക്ക്ഷോപ്പിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ എണ്ണി പിറക്കുകയാണ്, എടാ അവൾ എന്നെ വേണ്ടാന്ന് വയ്ക്കും പോലെ അല്ലേടാ ആ താലി ഊരി മാറ്റിയത്, ഞാൻ ഇനി അപ്പോൾ അവളുടെ ഭർത്താവല്ലേ, അവൾക്ക് എന്നെ വേണ്ടേ. കാരണം നിധി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ടൊരു ഭർത്താവായിട്ട് ഒരിക്കലും സുധീഷിനെ അംഗീകരിച്ചിട്ടില്ല, പിന്നെ നമ്മൾ സ്നേഹിച്ചാണോ കല്യാണം കഴിച്ചത്, നമ്മുടെ അന്നത്തെ സാഹചര്യം അതായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നിധി സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് സുധീഷിന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം നിധി ഇങ്ങനെ ഒരിക്കലും ചെയ്യും എന്നുള്ളത് അവരൊരിക്കലും വിചാരിച്ചില്ല അല്ലേ. എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോയിരുന്ന് സുധീഷ് ഇങ്ങനെ എണ്ണിപ്പിറക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ചന്തു ചോദിക്കുന്നുണ്ട്, എന്താണ് സുധീഷ് ചേട്ടാ ഈ ഇരുന്ന് എണ്ണിപ്പിറക്കണത്, ഒന്നും ഇല്ലടാന്ന് പറയുന്നൊരു സുധീഷ് സങ്കടപ്പെടും. അപ്പോൾ ഹരീഷ് പറയും, എൻ്റെ പൊന്നു സുധീഷ് ചേട്ടാ ഒന്ന് സമാധാനപ്പെടുക, എന്തെങ്കിലും ഒരു വഴി നമുക്ക് നോക്കാം. ഈ സമയത്താണ് നമ്മുടെ നീതു പറയണത്. നീതുവിനെ കാണുമ്പോൾ സുധീഷിന് ഒന്നും കൂടെ അങ്ങോട്ട് ദേഷ്യം കയറുകയാണ്. അപ്പോൾ പറയും, ഓ എപ്പം നോക്കിയാലും ഈ വർക്ക്ഷോപ്പിൽ തന്നെയല്ലോ എന്ന് പറഞ്ഞ് നീതു കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, എന്താണ് ഇവിടെ താലിയുടെ കാര്യമൊക്കെ പറയണോ. അപ്പം സുധീഷിൻ്റെ ഉണ്ടായ സംഭവമൊക്കെ പറയുന്നുണ്ട്. അതെ, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെ താലിയൊന്നും ഇട്ട് നടക്കാറില്ല, താലി കെട്ടിയാൽ തന്നെ അവരത് അഴിച്ചു വെച്ചിട്ട് ഫാൻസി മാലകളൊക്കെ ഇട്ട് നടക്കുന്നത്, താലിയൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഉപയോഗിക്കാറൊന്നുമില്ല, അതിന് അത്ര വലിയ വാല്യൂ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കേട്ടപ്പോൾ സുധീഷിനൊരു സമാധാനം, അത് അഴിച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ മാറ്റാം, എൻ്റെ ഭാര്യ അല്ലാണ്ടൊന്നും ആവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നീതു എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് നോക്കിയടാ, അപ്പോൾ താലി മാറ്റി വെച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലേ, ഇപ്പോഴങ്ങനെ ആരും താലിയൊന്നും പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ഇടാറില്ല എന്നൊക്കെ അല്ലേ നീതു പറയണം, അത് ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതേ സുധീഷ് ചേട്ടാ, നിങ്ങൾ തമ്മിൽ എന്തായാലും നിയമപ്രകാരം ഭാര്യയും ഭർത്താവും അല്ലേ, പിന്നെന്താണ് എന്ന് ഹരീഷ് പറയട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നീതു ജോലി സ്ഥലത്ത് നീതു അല്ല നമ്മുടെ നിധി അവരെ കമ്പനിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അവരുടെ മാനേജർ രണ്ടുപേരും സിദ്ധാർത്ഥും പ്രദീപൊക്കെ ചേർന്നിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിധിയുടെ അടുത്ത് സ്വന്തമായിട്ടൊരു വർക്ക്, എപ്പോഴും ദിവ്യയുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇനി നിധി സ്വന്തമായിട്ടൊരു വർക്ക് എടുത്ത് ചെയ്യാനായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി ശരി ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് അവർ പുതിയൊരു ഐഡിയ, അതായത് ഈ പഴയ കാലം ഒരുപാട് പഴക്കം ചെന്ന വീടുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് റിസർച്ച് നടത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും വീടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയും. അപ്പോൾ അവരിൽ ഒന്ന് രണ്ട്
രണ്ടുപേരൊക്കെ പറയും. ആ സമയം നമ്മുടെ നിധി ആലോചിക്കും, നിധി ഇപ്പോൾ താമസിക്കുന്ന വീട് സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും നികേഷിൻ്റെയൊക്കെ വീടുണ്ടല്ലോ, ആ വീട് ഒരുപാട് പഴയതാണെന്ന് സുഭാഷിയിട്ട് എപ്പോഴും പറയും. ആ വീട് റിസർച്ചിന് വേണ്ടി എടുത്താലോ എന്ന് കരുതി. അങ്ങനെ നിധി അതിനെക്കുറിച്ച് അവരുടെ അടുത്ത് പറയണം. ആയിക്കോട്ടെ, നമുക്ക് ഒരു ദിവസം പോയി കാണാമെന്നിങ്ങനെ ആ മാനേജർമാർ രണ്ടുപേരും പറയുകയാണ്, സിദ്ധാർത്ഥും പ്രദീപും. അങ്ങനെ നിധി പിന്നെ കമ്പനിയിലൊക്കെ പോയിട്ട് തിരിച്ച് പറഞ്ഞ സമയം നമ്മുടെ സുധീഷ് ബൈക്കിൽ വരേണ്ടല്ലോ. അപ്പോൾ സുധീഷ് ഭയങ്കര കാഷ്വലായിട്ട് ഓടിച്ചെന്ന് മിണ്ടേണ്. അപ്പോൾ നിധി പറഞ്ഞു, അതെ ഒന്ന് വന്നേ, നമുക്കൊന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോവുകയും ചായയൊക്കെ കുടിക്കാം. അന്നേരം നിധി പറയും, അതെ എനിക്ക് ഒരിക്കലും സുധീഷിനെ ഞാൻ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല. സുധീഷ് അത് ആദ്യം മനസ്സിലാക്കണം. എനിക്ക് ഡൈവേഴ്സിനായിട്ട് പോകണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തമ്മിൽ വേർപിരിയണം. നമ്മളൊരിക്കലും ഭാര്യ ഭർത്താവായിട്ടിരുന്നാൽ പറ്റൂല. ആ ഒരു ബലത്തിലാണ് സുധീഷ് ഓരോന്നിങ്ങനെ പറയും ഇതൊക്കെ ചെയ്യണത് എന്നിങ്ങനെ പറഞ്ഞു. സുധീഷിന് ഇടി വെട്ടി കണക്കായിപ്പോയില്ലേ. കാരണം ഒരിക്കലും നിധിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഡൈവേഴ്സ് താലി അഴിച്ചു മാറ്റി ഇനി ഡൈവേഴ്സും കൂടെ ചെയ്യണോ, എങ്കിൽ പിന്നെ എന്നേക്കുമായിട്ട് നിധി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവാണ്. അത് ഇടി വെട്ടി കണക്കായിപ്പോയിട്ടോ. സുധീഷ് അങ്ങ് സൈലൻ്റായി പോവാണ്, എന്ത് പറയണമെന്നറിയില്ല. അങ്ങനെ രാത്രി വീട്ടിലെത്തണം. അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിധി ഈ കാര്യം ഇങ്ങനെ പറയണേ, ഇത് കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ആൾ വരുമെന്നും ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ, പഴയ വീടിനെ കുറിച്ച്. അപ്പം നമ്മുടെ സുഭാഷ് പറഞ്ഞു, അതിനെന്താ മോളെ, അവർ വന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, അവർ വരട്ടെ, ഇത് പഴയ വീടാണ്, അപ്പം വരാൻ പറയാം. അവർ വരുമ്പോൾ ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട സുഭാഷ് ചേട്ടാ, അവർ വന്ന് കണ്ടിട്ട് പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ എന്നാൽ നാളെ തന്നെ ആകട്ടെ എന്ന് സുഭാഷും പറയാം. അങ്ങനെ അവരെല്ലാവരും കമ്പനിയിൽ നിന്ന് ആൾക്കാരൊക്കെ നാളെ വരെയാണ്. അങ്ങനെ അവർ കമ്പനിയിൽ നിന്ന് സിദ്ധാർത്ഥും നമ്മുടെ പ്രദീപും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടെ വീടിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രയും ബലവും ഇഷ്ടികയ്ക്കൊക്കെ അത്രയും ബലവും കരുത്തും ഉള്ള വീടാണ്. പണ്ട് കാലത്തെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ രീതിയിലാണ് അവർ വീട് പണിയുന്നത് എല്ലാ ആൾക്കാരും. ഇപ്പോഴത്തെ പോലെ രീതിയൊന്നും അല്ല കേട്ടോ, അത്രയ്ക്ക് സ്ട്രോങ് ആണ് പണ്ടത്തെ വീടൊക്കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിധി അവരുടെ കൂടെയൊക്കെ നിന്ന് ഓരോന്നും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സുധീഷിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ആ മാനേജർമാരുടെ അടുത്ത് സംസാരിക്കുന്നതും അതൊന്നും സുധീഷിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ ഭാര്യനെ കണ്ടവന്മാരുടെ അടുത്ത് ഇങ്ങനെ കിടന്ന് മിണ്ടണതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നിധി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് അവരും എല്ലാവരും പോവാണ്. അപ്പോൾ ഒരു കാറിൽ, അപ്പോൾ നിധിക്ക് തിരിച്ച് കമ്പനിയിൽ പോകണമല്ലോ, ഡ്യൂട്ടിയുടെ ഇടയിൽ വന്നതാണല്ലോ. അങ്ങനെ നിധിയും അവരോടൊപ്പം തന്നെ തിരിച്ച് പോകാനായിട്ട് ഒരുങ്ങണം. അപ്പം സുധീഷ് എന്ന് കാറ് ബാക്ക് സൈഡിൽ തുറന്നു കൊടുക്കുമ്പോൾ അതിലോട്ട് ഓടി വന്ന് നമ്മുടെ ദിവ്യ കയറിയാണ്, നിധിയുടെ ഫ്രണ്ട്. അപ്പോൾ നിധി ഫ്രണ്ട് സീറ്റ് കയറിയിരിക്കും. അപ്പോഴേക്കും സുധീഷിന് എന്തോ പോലെ ആയിപ്പോൾ. അപ്പോഴേക്കും നമ്മുടെ ആ പ്രദീപ് വന്ന് കാർ കൊടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. കണ്ടില്ലേ, കണ്ട ആൾക്കാരുടെ കൂടെ ഫ്രണ്ടിൽ കയറിയിരുന്ന എൻ്റെ ഭാര്യ പോണ കണ്ടില്ലേ സുധീഷ് ചേട്ടാ. ഇതൊക്കെ കേട്ടിട്ട് സുഭാഷ് പറയും, എൻ്റെ പൊന്നു സുധീഷ് നീ ഒന്നും മിണ്ടാതിരിക്കുക, അവൾ അവിടെ ഇരുന്നു എന്ന് വെച്ച് എന്തെങ്കിലും പറ്റാൻ പോകണം. അപ്പോഴാണ് സുധീഷ് അവരോട് എല്ലാവരുടെ അടുത്തും കൂടെ നിധി ഇങ്ങനെ ഡൈവേഴ്സിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സുധീഷ് പറയുന്നത് കേട്ടോ. പക്ഷേ അത് അവർക്കൊക്കെ വലിയ ഒരു അടി ഇട്ടിടം കൈപ്പോയി. കാരണം എന്ന് വെച്ചാൽ നിധി നമ്മളെ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് അപ്പം പോവില്ലേ, ഈ ഒരു ബന്ധമല്ല അവർ തമ്മിൽ, സുധീഷും നിധിയും തമ്മിലുള്ളത്. ആ ഒരു ബന്ധം എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായി പോവില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ നിധി പിന്നെ സുഭാഷും നികേഷും ഒക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഹരീഷും എല്ലാവരും, കാരണം നിധിയേട്ടത്തിൽ എന്ന് വെച്ചാൽ ആ ഒരു വീട്ടിൽ സ്വന്തം ഒരു അംഗത്തെ പോലെ ആയിരുന്നു. എത്രയാണെങ്കിലും ഒരു മറ്റൊരു പെൺകുട്ടി ഒരു വീട്ടിൽ വന്ന് കയറി ഇത്രയും നല്ല രീതിയിൽ നിൽക്കില്ല. അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അവർക്ക് എല്ലാവർക്കും. നിധി ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞിട്ട്, അപ്പോൾ താലി അഴിച്ചു മാറ്റി അതിൻ്റെ കൂടെ ഡൈവേഴ്സും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോയി കേട്ടോ. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും സുധീഷ് ഒരിക്കലും നിധിയെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല കേട്ടോ. കാരണം സുധീഷിന് അത്രയ്ക്ക് ഇഷ്ടമാണ് നിധീനെ. തൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നിധി മാത്രമാണ് എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ സുധീഷ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വരുന്ന ആഴ്ചയിൽ ഇനി വരുന്ന എപ്പിസോഡുകളുടെ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ശുഭദിനം പറയുന്നു. നമ്മുടെ അടുത്ത കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.